ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വർക്ക് നടക്കുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാളിലാണ്. ഒരു സിംഗിൾ ഡേ വർക്കാണിത്. ഇവിടെ നമ്മളൊരു ലാൻഡ്സ്കേപ്പിങ്ങും ഫ്രൂട്ട് സ്കേപ്പിങ്ങും രണ്ടും ചെയ്യുന്നുണ്ട്. കൂടുതൽ ഇവിടെ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 15ഓളം ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മളിവിടെ പ്ലാന്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഫീൽഡൊക്കെ ക്ലീൻ ചെയ്തു, വീഡ്സൊക്കെ റിമൂവ് ചെയ്തു. അതിനുശേഷം നമ്മൾ വളങ്ങളൊക്കെ സെറ്റ് ചെയ്തു. നമ്മൾ മെയിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വെർമി കമ്പോസ്റ്റും അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് വേപ്പിൻ പിണ്ണാക്കുമാണ്. ഇത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. കുഴികളൊക്കെ നമ്മൾ എടുത്തു. ഫ്രൂട്ട് പ്ലാന്റ്സിനൊക്കെ നമ്മളൊരു 2 അടിയോളം വലിപ്പമുള്ള കുഴികളാണ് എടുത്തത്. മതിലിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് നമ്മൾ കലാത്തിയ ലൂട്ടിയ പ്ലാന്റ് ചെയ്യുകയാണ്. അതൊരു 1 അടിയോളം താഴ്ചയുള്ള കുഴികളെടുത്ത് അതിൽ വളങ്ങളൊക്കെ ഇട്ടാണ് കലാത്തിയ ലൂട്ടിയ പ്ലാന്റ് ചെയ്തത്. ഒരു വഴിയുണ്ട്. ആ വഴിയോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഇക്സോറയാണ് പ്ലാന്റ് ചെയ്യുന്നത്. ഇക്സോറ മിനിയേച്ചർ, അത് പിങ്ക് കളറിലുള്ള ഇക്സോറയും റെഡ് കളറിലുള്ള ഇക്സോറയും മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. പിന്നെ വീടിൻ്റെ ഒരു സെൻട്രൽ പോർഷനുണ്ട്. 2 വഴികളുടെ ഇടയിൽ വരുന്ന ഒരു പോർഷനുണ്ട്. അവിടെ നമ്മൾ പാലയാണ് പ്ലാന്റ് ചെയ്തിരുന്നത്. ഇത് പ്ലുമേരിയ ആൽബ എന്ന് പറയും. ഈ പാല വെച്ചിരിക്കുന്ന അവിടെ ഒരു തുളസിത്തറയുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ടാണ് വെച്ചത്. പിന്നെ അതല്ലാതെ ബാക്കി ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം നമ്മളൊരു 2 അടിയോളം താഴ്ചയുള്ള കുഴികളെടുത്തിട്ടാണ് വെച്ചത്. ഇതിപ്പോൾ നമ്മൾ വയ്ക്കുന്നത് ഒരു ചാമ്പയാണ്, ഒരു തായ്ലൻഡ് ചാമ്പയാണ്. ഇത് നമ്മുടെ നഴ്സറിയിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള ചെടികളാണ് ഇതെല്ലാം. ഇവിടെ നമ്മളൊരു 2 അടിയോളം താഴ്ചയുള്ള കുഴികളെടുത്ത് അതിൽ നമ്മൾ മുന്നേ മിക്സ് ചെയ്ത് വെച്ചിരുന്ന വളങ്ങളെല്ലാം മിക്സ് ചെയ്ത് ചേർത്ത് മണ്ണ് ഇട്ട് നന്നായിട്ട് ഉറപ്പിച്ചിട്ടാണ് ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം പ്ലാന്റ് ചെയ്ത്. നമ്മൾ ഏകദേശം 15ഓളം ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചു. അതിൽ റംബുട്ടാനുണ്ട്, 2 ടൈപ്പ് പ്ലാവുണ്ട്. J33 എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാവുമുണ്ട്, വിയറ്റ്നാം എർലിയുണ്ട്. ചാമ്പ വെച്ചു, തായ്ലൻഡ് ചാമ്പ വെച്ചു. പിന്നെ പേര, നെല്ലി, അതുപോലുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ചു. പിന്നെ മാവിൽ തന്നെ നമ്മളൊരു നാപ്ഡോക്മായി, പിന്നെ നമ്മുടെ കൊളമ്പ് മാവൊക്കെയാണ് പ്ലാന്റ് ചെയ്തത്. അതല്ലാതെ ഞാവൽ വെച്ചു. പിന്നെ ഇതല്ലാതെ ഒരു ഓർണമെൻ്റലായിട്ട് നമ്മളൊരു കണിക്കൊന്ന കൂടി ഈ ഒരു പ്ലോട്ടിൻ്റെ സെൻറ്ററിലായിട്ട് പ്ലാന്റ് ചെയ്തു. പിന്നെ ബാക്കി ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ഓർണമെൻ്റൽ പ്ലാന്റ്സും വെച്ചു. പിന്നെ നമ്മുടെ ഈ സെൻട്രലിലുള്ള പോർഷൻ കാണാം. നമ്മുടെ ഈ സെൻട്രലിലുള്ള പോർഷനിൽ നമ്മൾ പാല വെച്ച ആ പോർഷന് ചുറ്റുമായിട്ട് നമ്മൾ ബാക്കി വന്ന എക്സോറ പ്ലാന്റ്സ് അവിടെ പ്ലാന്റ് ചെയ്തു.